നമ്മളുടെ ജീവിതത്തിൽ സാത്താന്റെ പരീക്ഷകളെ, പരിശോധനകളെ നാം കണ്ട് മനസ്സിലാക്കുമ്പോൾ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാനായി എടുത്തിരിക്കുന്ന സങ്കീർത്തന ഭാഗം സങ്കീർത്തനങ്ങൾ 140 നമുക്ക് ചുറ്റും ശത്രുവിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ രക്ഷയുടെ ബലമായ ദൈവത്തിങ്കിലേക്ക് നാം ശ്രദ്ധ വെക്കുവാനും അവങ്കലുള്ള ആശ്രയത്തിൽ ആ എല്ലാവിധമായുള്ള പോരാട്ടങ്ങളെയും പരീക്ഷകളെയും ജയിക്കുവാനായി നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ 140. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി അറിയാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. അതുകൊണ്ട് ഈ സങ്കീർത്തന ഭാഗം വായിക്കുമ്പോൾ വ്യക്തികളിലേക്ക് നാം നോക്കാതെ നമ്മുടെ ചുറ്റും സാത്താൻ കൊണ്ടുവെക്കുന്ന അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൽ അതിനെ നേരിട്ട 2 വഴികളെയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം ഉദാസീനതയോടെയാണ് സാത്താൻ്റെ തന്ത്രങ്ങളെ നമ്മൾ കാണുന്നത്. എന്നാൽ ആ ഉദാസീനതയോടെ സാത്താൻ്റെ തന്ത്രങ്ങളെ കാണുന്നത് കൊണ്ട് പലപ്പോഴും നാം അവൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്നു. എന്നാൽ അവൻ്റെ തന്ത്രങ്ങളെ ഉദാസീനതയോടെ കാണാതെ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ജയിക്കുവാൻ തക്കതായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ മത്തായി സുവിശേഷം 6-ാം 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് വായിക്കുവാൻ കഴിയുന്ന ഇപ്രകാരമാണ് യേശു പറഞ്ഞിരിക്കുന്ന വാക്ക്: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. അതൊരു പ്രാർത്ഥനയാണ്, പരീക്ഷയിൽ കടത്താതെ വിടുവിക്കണമെന്ന്. നാം എത്ര പേര് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്? ഇവിടെ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്ന 1-ാമത്തെ പാഠമാണ് തൻ്റെ ചുറ്റിനുമുള്ള ശത്രുവിൻ്റെ ആയുധങ്ങളെ, ശത്രുവിൻ്റെ കെണികളെ തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ അതിനെ നേരിടുന്നതിൻ്റെ 1-ാമത്തെ തൻ്റെ ആയുധമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൻ്റെ 1-ാമത്തെ മാർഗമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഈ സങ്കീർത്തനം നാം വായിച്ചു നോക്കുമ്പോൾ 7 പ്രാവശ്യമാണ് തൻ്റെ ശത്രുക്കളുടെ ആയുധങ്ങളിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമേ, വിടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു. അതേ പ്രിയ ദൈവവൈതലേ, നമ്മളുടെ ജീവിതത്തിൽ സാത്താൻ്റെ പരീക്ഷകളെ, പരിശോധനകളെ നാം കണ്ട് മനസ്സിലാക്കുമ്പോൾ അതിന് മുമ്പിൽ നാം ദൈവത്തിന് മുമ്പാകെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കതിനുമേൽ ജയമുണ്ടാകുകയുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയമാണ്. സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ നമ്മളുടെ കഴിവുകൾ കൊണ്ട് സാധ്യമല്ല. സാത്താൻ്റെ തന്ത്രങ്ങളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളുടെ കീഴിൽ നാം താണിരുന്നേ മതിയാകുകയുള്ളൂ. അവൻ്റെ കൃപ പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി കഴിയുകയുള്ളൂ. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, 2-ാമത്തെ വഴി എന്ന് പറയുന്നത്, യേശു നമ്മളുടെ കർത്താവാണ് എന്ന് പ്രഖ്യാപിക്കുക. സങ്കീർത്തനം 140-6 സങ്കീർത്തനക്കാരൻ അത് പറയുന്നുണ്ട്: നീ എൻ്റെ ദൈവം എന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു. സാത്താൻ പരീക്ഷകൾ കൊണ്ടുവരുമ്പോൾ നാം ഉറപ്പോടെ പറയാ, യേശുവേ അങ്ങൻ്റെ കർത്താവാകുന്നു, അങ്ങൻ്റെ കർത്താവാകുന്നു. നാം ഇന്നലകളിൽ പരാജയപ്പെട്ട സാത്താൻ്റെ തന്ത്രങ്ങളുടെ മുമ്പാകെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഉറപ്പോടെ നാം വിളിച്ചു പറയുക, കർത്താവേ അങ്ങൻ്റെ ദൈവമാകുന്നു, യേശുവേ അങ്ങൻ്റെ കർത്താവാകുന്നു. കാരണം ആ ദൈവത്തിന് മാത്രമേ നമ്മെ ജയത്തോടെ നിർത്തുവാൻ കഴിയുകയുള്ളൂ. യൂദയുടെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ ദൈവം.
ആ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഉറപ്പോടെ ആ പരീക്ഷകളുടെ നേരെ പറയുക, എൻ്റെ ദൈവമായ കർത്താവ് എനിക്കിതിനുമേൽ ജയം നൽകി തരും. സാത്താൻ്റെ വ്യത്യസ്തമായുള്ള പരീക്ഷകൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, അത് ജഡമോഹമാകട്ടെ, കൺമോഹമാകട്ടെ, ജീവനത്തിൻ്റെ പ്രതാപങ്ങളാകട്ടെ, അത് നമ്മളുടെ നേരെ യുദ്ധത്തിനായി കടന്നു വരുമ്പോൾ ഈ 2 മാർഗങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നാം അവലംബിക്കുക. 1 പ്രാർത്ഥന, 2 യേശുവേ അങ്ങെൻ്റെ ദൈവമാകുന്നു, അങ്ങെൻ്റെ കർത്താവാകുന്നുവെന്ന് ഉറപ്പോടെ ആ പരീക്ഷകളുടെ മുമ്പാകെ ഏറ്റുപറയുക. ഈ 2 മാർഗങ്ങൾ നമ്മൾക്ക് പൂർണ്ണ ജയം നൽകി തരും. ഉദാസീനതയോടെ ഈ പരീക്ഷകളെ കാണാതെ അതിനെ ജയിക്കുവാൻ ബലം നൽകി തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി, ഉറപ്പോടെ യേശുവിൻ്റെ കർത്തൃത്വം ഏറ്റുപറയുന്നവരായി നമുക്ക് മാറാം. നമ്മെ ഇന്നലെ വരെ പരാജയപ്പെടുത്തിയ എല്ലാ പരീക്ഷകളെയും ജയിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തരട്ടെ. അവൻ്റെ കൃപയിൽ, അവൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.